വാട്സ്ആപ്പ് ഗൈസ് ബോസ്മേൻ നാസിമാണ്. ഈ ഒരു മാസത്തിൽ മൊബൈൽ ഫോൺ ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് 1-2 ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ജൂൺ മാസത്തിൽ കുറച്ച് നല്ല മൊബൈൽ ഫോൺസ് വരാൻ പോകുന്നുണ്ട്. ഏകദേശം 20,000 രൂപ മുതൽ 1,10,000 രൂപ വിലയുള്ള മൊബൈൽ ഫോണുകളാണ് ജൂൺ മാസത്തിൽ ഇറങ്ങാൻ പോകുന്നത്. ജൂൺ മാസത്തിൽ ഏതൊക്കെ ബ്രാൻഡിന്റെ മൊബൈൽ ഫോൺസ് ആണ് ഇറങ്ങാൻ പോകുന്നതെന്നും അതിന്റെ വില വിവരങ്ങളും സ്പെസിഫിക്കേഷൻ ഒക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈകിപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഈ ഒരു മെയ് മാസത്തിൽ ഒരുപാട് മൊബൈൽ ഫോൺസ് പല ബ്രാൻഡുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പല വിലയിലാണ് ഇറക്കിയിരിക്കുന്നത്. നല്ല കിടിലം മൊബൈൽ ഫോൺസ് തന്നെയാണ് ഈ ഒരു മാസത്തിലും ലോഞ്ച് ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഇതിന് മുമ്പിട്ടുണ്ട്. ഐ ബട്ടണിൽ കൊടുത്തിരിക്കാൻ, ജസ്റ്റ് കയറി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. 20,000 രൂപയിൽ താഴെ 2 ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺസ് ആണ് നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഒന്ന് OnePlus, രണ്ടാമത്തത് മോട്ടറോള. OnePlusന്റെ Nord 4 എന്ന് പറയുന്ന മൊബൈൽ ഫോണും നമുക്ക് ഈ ഒരു മാസത്തിൽ റിലീസ് ആകുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ലേറ്റ് വേർഷൻ OnePlus Nord CE4 Lite എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ 20,000 രൂപ അല്ലെങ്കിൽ അതിൽ താഴെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ സ്പെക്കിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഏകദേശം 20,000 രൂപയിൽ താഴെ ആയിരിക്കാം ഈ ഒരു മൊബൈൽ ഫോൺ റിലീസ് ആകാൻ പോകുന്നത്. 120 ഹെർട്സിന്റെ ഒരു AMOLED ഡിസ്പ്ലേ കാണും. അതേപോലെ തന്നെ 6th Gen 1 പ്രോസസർ ആണ് വരാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ 6th Gen 1 എന്ന് പറയുന്ന പ്രോസസർ ആയിരിക്കും ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. നോർമലി 20,000 രൂപ ആ ഒരു തോതിലൊക്കെ ഈ ഒരു പ്രോസസറാണ് കൂടുതലായിട്ടും വന്ന് കണ്ടിരിക്കുന്നത് പല ബ്രാൻഡുകളിലും. 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 16 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും OnePlus Nord CE4 Lite എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വരാൻ സാധ്യതയുണ്ട്. 20,000 രൂപയിൽ താഴെ രണ്ടാമത്തെ ബ്രാൻഡ് ആയിട്ട് വരുന്ന മോട്ടറോളയുടെ ഭാഗത്ത് നിന്നാണ്. മോട്ടോയുടെ G85 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ്. ഇതും 6th Gen 1 സ്നാപ്ഡ്രാഗണിന്റെ 6th Gen 1 എന്ന് പറയുന്ന പ്രോസസറിലാണ് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു മോട്ടോ G85 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ കാണും. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ കാണും. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പും മോട്ടോ G85 എന്ന് പറയുന്ന ഈ ഒരു 20,000 രൂപയിൽ താഴെ കിട്ടുന്ന മൊബൈൽ ഫോണിൽ കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് 30,000 രൂപ റേഞ്ചിൽ ഇറങ്ങാൻ പോകുന്ന ഒരു മൊബൈൽ ഫോൺ ആണ്. OnePlusന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. OnePlus Nord 4 ആണ് വരാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു മെയ് മാസത്തിൽ ഇറങ്ങിയ പോക്കോ F6 അതേപോലെ തന്നെ റിയൽമി GT6 ഇതിനൊക്കെ കോമ്പറ്റീഷൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഈ ഒരു 3 മൊബൈൽസ് ആയിരിക്കും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ കോമ്പറ്റീഷൻ നടത്താൻ പോകുന്നത്. OnePlusന്റെ ഭാഗത്ത് നിന്ന് OnePlus Nord 4 ആണ് വരുന്നത്. ഡീറ്റെയിൽ നോക്കി കഴിയുകയാണെങ്കിൽ 7+ Gen 3 പ്രോസസർ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ഏകദേശം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 5500 mAh ബാറ്ററി കപ്പാസിറ്റി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്. ഇതാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. പക്ഷേങ്കിൽ പോക്കോ F6 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ കുറച്ചുകൂടി ഇപ്പോൾ വന്നു നിൽക്കുന്നതിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മൊബൈൽ ഫോണാണ് പോക്കോ F6 എന്ന് പറയുന്നത്. OnePlusന്റെ ഈ ഒരു Nord 4 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ വന്നു കഴിയുമ്പോൾ കോമ്പറ്റീഷൻ ഏതൊക്കെ മോഡലുകൾ തമ്മിലാണെന്ന് നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയാൻ പറ്റും. ഏതായാലും പോക്കോ F6ഉം അതേപോലെ തന്നെ റിയൽമി GT6 എന്ന് പറയുന്ന മൊബൈൽ ഫോണും കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടി OnePlus ഇറക്കുന്ന ഒരു മോഡലാണ് OnePlus Nord 4 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ. ഏകദേശം 40,000 രൂപ തോതിൽ ഒരു മൊബൈൽ ഫോൺ മോട്ടറോള കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. മോട്ടറോളയുടെ എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്ന മൊബൈലിന് ശേഷം ജൂൺ മാസത്തിൽ ലോഞ്ച് ആകാൻ പോകുന്ന ഒരു മൊബൈൽ ഫോണാണ് മോട്ടോ എഡ്ജ് 50 അൾട്ര എന്ന് പറയുന്ന മോഡൽ. മികച്ച സ്പെസിഫിക്കേഷനുമായിട്ടാണ് മോട്ടോ എഡ്ജ് 50 അൾട്ര എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നത്. അതും 40,000 രൂപയ്ക്ക് പെരിസ്കോപ്പിക് ലെൻസ് 3x സൂം സഹിതമാണ് മോട്ടോറോള ഈ ഒരു മൊബൈൽ ഫോൺ ഇറക്കാൻ പോകുന്നത്. സ്പെസിഫിക്കേഷനിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 8s Gen 3 എന്ന് പറയുന്ന പ്രോസസർ ആണ് വരുന്നത്. 40,000 രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ റേറ്റ് എന്ന് പറയുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ പെരിസ്കോപ്പിക് ക്യാമറ ഈ ഒരു മൊബൈൽ ഫോണിൽ മോട്ടോറോള ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 64 മെഗാ പിക്സലിന്റെ 3x സൂം വരുന്ന ഒരു പെരിസ്കോപ്പിക് ലെൻസും ഈ ഒരു ക്യാമറ സെറ്റപ്പിൽ മോട്ടോറോളയിൽ വരുന്നുണ്ട്. ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 4500 mAh ആണ് ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ്. 10 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. 35,000 അല്ലെങ്കിൽ 40,000 രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് മോട്ടോറോളയുടെ എഡ്ജ് 50 അൾട്ര എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. പക്ഷേങ്കിലും മോട്ടോറോള എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് സർവീസ് സെന്ററുകൾ കുറവാണെന്ന്. ആ ഒരു കാര്യം നേരെ തന്നെയാണ്. മറ്റു മൊബൈൽ കമ്പനികളെ അപേക്ഷിച്ച് അത്യാവശ്യം കുറച്ചാണ് സർവീസ് സെന്ററുകൾ വരുന്നത്. ഏതായാലും സർവീസിംഗ് ഇഷ്യൂ വലിയ രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ
മോട്ടോ എടുക്കാൻ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യത്തില്ല. പക്ഷെങ്കിൽ നല്ലൊരു ഓൾറൗണ്ടർ മൊബൈലാണ് മോട്ടോറോള എന്ന് പറയുന്നത്. സർവീസ് സെന്ററുകൾ അത്യാവശ്യം കുറവാണ്. അപ്പോൾ അതൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മോട്ടോറോള പക്ക ഒരു പാക്കേജ് ഫോൺ തന്നെയായിരിക്കും ഇറക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് ഷവോമിയുടെ ഭാഗത്ത് നിന്ന് ഷവോമി സിനിമാറ്റിക് വിഷൻ, ഷവോമിയുടെ CV എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഷവോമി 14 CV എന്ന് പറയുന്നത് സിനിമാറ്റിക് വിഷൻ ക്യാമറയിലാണ് സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നതെന്നാണ് ഷവോമി അവകാശപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു മൊബൈൽ ഫോൺ ജൂൺ മാസം ആദ്യ വാരം തന്നെ ഉണ്ടെന്നാണ് കേൾക്കാൻ പറ്റുന്നത്. 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ, 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 4700 mAh ബാറ്ററി കപ്പാസിറ്റി, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ്. എക്സ്പെഷ്യലി എടുത്തു പറയേണ്ടത് സിനിമാറ്റിക് വിഷനിലുള്ള ഫൂട്ടേജ് നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് ഇവര് ഈ ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊബൈൽ ഫോൺ ഇവർ പേരിട്ടിരിക്കുന്നത് ഷവോമി 14 CV എന്നാണ്. ഏതായാലും ഈ ഒരു മൊബൈൽ ഫോൺ ജൂൺ മാസത്തിലെ ആദ്യ വാരം തന്നെ റിലീസിങ്ങിന് ഒരുങ്ങുന്നുണ്ടെന്നാണ് ഷവോമിയുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത്. ജൂൺ മാസത്തിലെ ഒരു ഫോൾഡ് മൊബൈൽ വിവോയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഏകദേശം വില എന്ന് പറയുന്നത് ഫോൾഡ് ആയതുകൊണ്ട് തന്നെ ഏകദേശം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1,10,000 ഇടയ്ക്ക് വരാനാണ് സാധ്യത. ഫോൾഡ് മൊബൈൽ ആണെങ്കിൽ കൂടി ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോൾഡ് മൊബൈൽ എന്നാണ് വിവോ ഈ ഒരു മൊബൈൽ ഫോണിനെ വിശേഷിപ്പിക്കുന്നത്. ഫോൾഡ് 3 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഇറങ്ങാൻ പോകുന്നത് ജൂൺ 6-ാം തീയതിയാണ് ഇതിന്റെ ഒരു ലോഞ്ച് വെച്ചിരിക്കുന്നത്. 1.3 അല്ലെങ്കിൽ 1.5 ലാഖ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വില എന്ന് പറയുന്നത്. 1.5K AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഈ ഒരു മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 3 പ്രോസസർ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. ബാറ്ററി കപ്പാസിറ്റിയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 5500 mAh ആണ് വരുന്നത്. 85 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പും ഈ ഒരു ഫോൾഡ് മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. ഏതായാലും 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൊടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ, വിവോ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോൾഡ് മൊബൈൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഇതിന് പുറമെ ഒട്ടനവധി ബ്രാൻഡുകൾ പല മൊബൈൽ ഫോൺസ് ഇറക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ നോക്കി നിൽക്കുന്ന മൊബൈൽ ഫോൺ ഇന്ന് പറഞ്ഞ ഈ ഒരു മൊബൈൽ ഫോൺസ് ഒക്കെയാണ്. നിങ്ങൾ മൊബൈൽ ഫോൺസ് ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങളുടെ ബഡ്ജറ്റ് ഇതൊക്കെയാണ്, ഈ ഒരു ബ്രാൻഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ മൊബൈൽ ഫോൺസ് തന്നെയാണ് വരാൻ പോകുന്നത്. എന്നാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് നിർദ്ദേശ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിം സൈനിങ് ഓഫ്. താങ്ക് യു.